ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. പുല്ല് ഇന്നലെ പറിച്ച് തീർത്തതിൻ്റെ ബാക്കി കുറേ ചേനകൾ കൂടി ഇവിടെ പുല്ലും കൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാഗം ഇന്ന് പറിക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും ഭാഗം നിങ്ങളെ കാട്ടിത്തന്നത്. അപ്പോൾ മൊത്തം ഇന്നലെ കുറച്ച് സ്ഥലം മാത്രമേ ഞാൻ പറിച്ചുള്ളൂ. അപ്പോഴത്തേനും വെയിൽ മൂത്തു, ഞാൻ പോയി. അപ്പോൾ ഇന്നിനി ഇതെല്ലാം പറിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളെ കാട്ടിത്തരാം. പുല്ല് പറയും നിർത്തി. ഇതൊക്കെ ഉണ്ടോ, ചേന തറകളൊക്കെ വെടിപ്പാക്കി. ഇവിടെയൊക്കെ ഒത്തിരി പുല്ലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ വൃത്തിയാക്കി. ഇനി ചേനയ്ക്ക് വളമിട്ട് മൂടിയാൽ മതി. അതിനൊരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ പുല്ല് പറിക്കാൻ ആളെ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പാട് പോലെ ചെയ്യാമെന്ന് കരുതി ചെയ്തതാണ്. ഇപ്പോൾ ഇവിടെ വരെ ഒരു കാടായിരുന്നു. കാടെല്ലാം വൃത്തിയാക്കി ഞാൻ. നമ്മൾ കുറച്ച് ദിവസം നോക്കിയില്ലെങ്കിൽ കാട് വന്ന് അങ്ങോട്ട് മൂടും. ഇപ്പം ഇവിടുത്തെ ഒരു കാടെന്ന് പറഞ്ഞാൽ വയലറ്റ് പാഷൻ ഫ്രൂട്ട് പടർന്നാൽ കയറിയിട്ട് ഒരു കാടായിരുന്നു. അപ്പോൾ ഇത് തായ്ലൻഡ് പേരയാണ്. ഇത് മേക്കടെ അവിടെ ചുറ്റിപ്പടർന്ന് പോയി. അവിടെയുമുണ്ട് ഒരെണ്ണം, ഇവിടെയുമുണ്ട്. അപ്പം ഇത് പൂത്തതൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. ഇതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞു പോയി. മറ്റേ വള്ളി പിടിച്ച് മാറ്റിയപ്പോൾ അതതിൻ്റെ ഉള്ളേ പോയേക്കാൻ. അപ്പോൾ ഒരെണ്ണം പൊഴിഞ്ഞു പോയി, കണ്ടോ. തായ്ലൻഡ് പേരയ്ക്ക ഉണ്ടായി. 2 എണ്ണം അപ്പുറം ഇപ്പുറം ഉണ്ടായത്. അതിപ്പോൾ ഇത്തിരി മുന്നേ വരെ ഉണ്ടായിരുന്നു. ഇവിടെ താഴെ എൻ്റെ കൈ കൊണ്ട് പൊഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ കണ്ടില്ലായിരുന്നു. ഇതെങ്ങനെ ഇരിക്കണേന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പോലും ഇത് കണ്ടെങ്കിൽ ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് പോന്നേനെയായിരുന്നു. 2 എണ്ണം ഉണ്ടായ 2 പോയി. അതൊരു വിഷമമായി പോയി. ഇനി നാളെ ഇനിയത്തെ പുല്ലുപറി നാളെ. ഉണ്ടോ, എൻ്റെ ഉള്ളിലുണ്ടോ ഇല്ലേ ആവോ. അത് ഓർത്തപ്പോഴല്ല, അവിടെ ഒരെണ്ണം മഞ്ഞ നിൽപ്പുണ്ട്. അത് പോയി നോക്കിയിട്ട് പറ്റേ. എൻ്റെ അമ്മോ, എന്താ ചൂട്. വീട്ടിൽ നിന്നേ കുളിച്ചിട്ടൊക്കെ പോന്നതാ. ഇപ്പം ഞങ്ങളുടെ വല്ലാതെ ഞങ്ങളായി. ഇത്രയും നേരം പുല്ല് പറിച്ചില്ലേ. ഇവിടെ നിൽക്കാനൊക്കെ നല്ല സുഖമൊക്കെ ഉണ്ട്. ഇത്രയും നേരേ കിളിക്കുട്ടങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് കുറുകിയൊക്കെ ഇരിക്കണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പുല്ല് പറിച്ച് കഴിയുമ്പോൾ ഞാൻ മിണ്ടാൻ പോയില്ല. അപ്പോൾ അവർ കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പോയി. ഞാനിവിടെ ഇപ്പം ഇവിടെ ആരുമില്ല. അപ്പം അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് ഞാൻ നോക്കുന്നത്.
ഒരു ഭയം ഇല്ലാതില്ല. ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളയൊക്കെ കടന്നു പോണം. പുല്ലാണ് ഈ കാണുന്നത്. ഏതെങ്കിലേ ഇല്ലാത്തടം നോക്കി പോകട്ടെ, നമുക്കല്ലെങ്കിലേ പണി കിട്ടും. ഇതൊക്കെ നിറയെ പുല്ല. ആ, പഴുത്ത് കിടക്കുന്നുണ്ട്. കാണാൻ പറ്റണ്ടോ? ഇനി ഇതെവിടെ ഇട്ടാ അണ്ണാനുകാരോ വേറെ ഉണ്ടോന്നു കേട്ടെ. ഇന്നാളെ ഒരെണ്ണം പഴുത്തത് എടുക്കാൻ മറന്നുപോയി. പിറ്റേ ദിവസം വന്നപ്പോഴത്തേനും അവർ കൊണ്ടുപോയി. ഉണ്ട്, പക്ഷേ പഴുത്തിട്ടില്ല. ഇത് ആയിട്ടുണ്ട്. ഇനിയും ഉണ്ട് ഇവിടെ പണി. ഇത് കണ്ടോ, പഴുത്ത് നിൽക്കുകയൊക്കെ. ഇതൊക്കെ ഇനി പറിച്ചെടുക്കട്ടെ. ഉണ്ടോ, കാന്താരി മുളകാണ്. ഇവിടേക്ക് പന്നിക്കൂട്ടെങ്ങാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇവർ നേരം വെളുത്താലും പോവില്ലെന്നേ, ഇവിടെ കിടന്ന് ഉറങ്ങും. കണ്ടോ, ഒരു കാടാണത്. അതിൻ്റെ ഉള്ളിലൊരു കുളമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരിത്. മഴ പെയ്തിട്ട് 2-3 ദിവസമായിട്ടാ. പേടിയുണ്ടേ, ആണെങ്കിൽ പകച്ച് നോക്കണേ. ആ, ഏതു വഴി പോണം? ഇന്നത്തേക്കുള്ള വേപ്പില പിടിക്കട്ടെ. കണ്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. വേപ്പ് മരമാണ് നിൽക്കുന്നത്. അവിടെ തൈക്കൾ ഒരുപാട് മുളച്ചിട്ടുണ്ട്. മുട്ടോളം പുല്ല് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അതിന് മാത്രം പുല്ലുണ്ട് അവിടെ. ശലഭം പറക്കുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ശലഭം. കിളികൾ ശബ്ദിക്കുന്നത് കേട്ടോട്ടോ. അത് നമുക്ക് എന്തെങ്കിലും കിളികൾ മുകളിലിരുന്ന് അവർക്ക് കാണാമല്ലോ അതൊക്കെ. അപ്പോൾ ഈ പാമ്പിനെയൊക്കെ കാണുമ്പോൾ നമ്മളെ അറിയിക്കുന്ന ഒരു സൗണ്ടുകളുണ്ട്. അപ്പോൾ അതായിരിക്കണമെന്ന് എനിക്ക് തോന്നണു. മുകളിലിരുന്ന് പലയിനം കിളികളങ്ങനെ പല ശബ്ദങ്ങളും എടുക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് അണ്ണാൻ ഇങ്ങനെ പാമ്പിനെ കാണുമ്പോൾ വല്ലാതെ ഇങ്ങനെ സ്വരം എടുക്കും. ഇപ്പം ഇത് എന്ത് കണ്ടിട്ടാന്നുള്ളത് അറിയില്ല. കിളികൾ ഇത്രയും നേരം ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരുടേതായ പലയിനം കിളികൾ ശബ്ദിക്കുന്നുണ്ട്. എന്താണോ എന്തോ. പല ഇനം കിളികളാണ് ശബ്ദിക്കുന്നത്. അത് ചെറുത് തുടങ്ങി വലിയ ഇനം വരെ ഉണ്ട്. ഞാനവിടെ നിന്ന് മാറി കൊടുക്കുന്നില്ല. ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ തലയ്ക്ക് മുകളിൽ വരെ വന്ന് ഒരു ശബ്ദം എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് പറിച്ചെടുത്തിട്ട് കാണിച്ചു തരാം.